ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഫുഡ് പ്രിപ്പറേഷനൊന്നുമല്ല, കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്ലാക്സ് സീഡൊക്കെ കാണുമ്പം. ഇതാണ് നമ്മളുടെ എണ്ണ കാച്ചുന്നത്. നോർമലായിട്ടുള്ള നല്ല ശുദ്ധമായ എണ്ണ കാച്ചത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉലുവ വേണം, ചെറിയുള്ളി വേണം, നെല്ലിക്ക പച്ചയാണെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞ് അരിഞ്ഞു വെക്കണം, അതുപോലെ കരിഞ്ചീരകം, പിന്നെ വേണ്ടത് കുരുമുളക്, ഇനി പിന്നെ വേണ്ടത് ഇതാണ് കീഴാർ നെല്ലി. ആ കീഴാർ നെല്ലി പറയാൻ കാരണം അതിൻ്റെ ഇലേൻ്റെ കീഴിലായിട്ട് അടിയിലായിട്ട് ചെറിയ ചെറിയ ഉരുണ്ട ഒരു സംഭവം ഉണ്ടാവും. അതിന് കീഴാർ നെല്ലി വേണം. പിന്നെ വേണ്ടത് പനിക്കൂർക്ക വേണം, അതുപോലെ കറ്റാർ വാഴ വേണം. ഇതാണ് നമ്മൾ ത്രിമധുരം നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കുക. കുരുമുളക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കാം, അത് ഓപ്ഷണലാണ്. ഓപ്ഷണലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ കൃഷ്ണ തുളസി ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ മലർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, അത് എടുക്കുക. പിന്നെ ഇതെല്ലാം നമുക്ക് ആദ്യം മിക്സിയിൽ വെച്ച് നന്നായി അരഞ്ഞെടുക്കുക വെച്ചാൽ ആദ്യം തന്നെ ഈ വക ഐറ്റംസൊക്കെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. അതായത് നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നത് ഉലുവ ഇങ്ങനത്തെ ഐറ്റംസും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ത്രിമധുരം നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കേണ്ട സംഭവമാണെങ്കിൽ അതൊക്കെ നല്ല കുറുങ്ങനെ അരിഞ്ഞെടുക്കണം. പിന്നെ അതിൽ ചേർക്കേണ്ട വേറെ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക, കാരണം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്കായിരിക്കും കൂട്ടിച്ചേർത്ത് പറയുന്നത്. അതുകൊണ്ട് ശ്രമിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ പിന്നെ വേറെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്, പക്ഷെ അത് ക്യാമറ അപ്പോഴത്തേനും കട്ടായി പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യൂന്നി എന്നൊക്കെ പറയും. ഇതൊക്കെ അരച്ചെടുക്കണം. അപ്പം അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വെള്ളം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഉലുവയും നമ്മളെ വേപ്പിലയില്ലേ, ആര്യവേപ്പ്, അതും കൂടി വെച്ചിട്ട് ഒരു ഹെയർ ടോണർ ആക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതില്ലെങ്കിൽ, അതാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് നമ്മളെ അരി കഴുകി, സാധാരണ നമ്മളെ ചുവന്ന അരിയില്ലേ, അരി കഴുകി ആ ഊറ്റിയ വെള്ളം വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതും വെച്ചിട്ടും അരച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം ചേർത്തിട്ടും അരക്കാം, അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ചേർത്തിട്ടും അരച്ചു കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കുക. അതിലോട്ട് ഇതിപ്പോൾ ഒന്നും ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടില്ല, നല്ല അടി കട്ടിയില്ല പാത്രത്തിലോട്ട് ഇടുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അലുമിനിയം പാത്രം കഴിവതും ഒഴിവാക്കുക. അലുമിനിയം പാത്രത്തിൽ ഇത് എണ്ണ കാച്ചാതിരിക്കുക. നല്ല അടി കട്ടിയില്ല ഇൻഡാലിയോ അല്ലെങ്കിൽ നമ്മളെ നോൺ സ്റ്റിക്കും ഒഴിവാക്കിക്കോ, ഇരുമ്പ് ചട്ടി, അതൊക്കെയാണ് നല്ല ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിപ്പം ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണേൻ്റെതാണ് നിങ്ങൾക്ക് അളവിൽ കാണിച്ചു തരുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാദ്യം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് യോജിച്ച് വരുമല്ലോ, കാരണം വെളിച്ചെണ്ണയായിട്ട്. പിന്നെ നമ്മൾ വേണം ഫ്ലെയിം ഓൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി ഇത് ഇടാൻ നിന്നാൽ പൊട്ടിത്തെറിക്കും, പൊട്ടി പുറത്തേക്ക് വരും, നമ്മളെ മേത്ത് ഇതാവും, അപകടമാണ്. പിന്നെ അതുമാത്രമല്ല അതിൻ്റെ കൺസിസ്റ്റൻസിയിലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കണം എന്ന് പറയുന്നത്. കുറച്ച് സമയം എടുക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമിലും, ലോ ടു മീഡിയം വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വെച്ച് കുറച്ച് സമയം എടുക്കും. അടുപ്പത്താണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ചേർത്ത് ഇത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഇതില്ലേ, നമ്മൾ കണ്ണൂർ ഭാഷയിലാണെങ്കിൽ ചണ്ടി എന്ന് പറയും അതിനാ, അത് ചണ്ടി ആവും അത് ലാസ്റ്റ്. ഒരു നമ്മൾ ചേർത്ത് കൊടുത്ത മിക്സില്ലേ, അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ കിരികിരി പോലെ, അതായത് അത് അതിൻ്റെ ഡ്രൈ ആയിട്ടുണ്ടാവും, പൊരിഞ്ഞ പോലെ ഉണ്ടാവും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. അതാവുമ്പോൾ തന്നെ നമ്മൾ കുരുമുളക് അരക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. ഇതാ ഞാൻ പറഞ്ഞ വീഡിയോ ഫുള്ള് കാണണമെന്ന്. കുരുമുളക് അതിൻ്റെ മിക്സിയിൽ അരക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് മണി പോലെ തന്നെ എടുക്കണം, ഫുള്ളായിട്ടുള്ളത്. അത് എന്നിട്ട് ഇത് ഏകദേശം ആവുന്ന സമയത്താണ് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ കുരുമുളക് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഈ കളറൊക്കെ വരുമ്പം കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇത് പാകമായിട്ടുണ്ടെങ്കിലാണ് ഈ കുരുമുളക് പൊട്ടുക, നമുക്ക് ഒച്ച കേൾക്കും.
കുരുമുളക് പൊട്ടുന്ന ഒരൊച്ച കേൾക്കും. അപ്പം നമുക്ക് ആ ചണ്ടിയൊക്കെ അടിഞ്ഞ് അതൊന്ന് സെറ്റായിട്ടുണ്ടാവും. നമ്മൾ തണിയാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേന് ഇത് പൊട്ടാൻ തുടങ്ങുള്ളൂ തന്നെ. നമുക്കത് കേൾക്കാനും പറ്റും കുരുമുളക് പൊട്ടുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കുക. തണിഞ്ഞ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ തന്നെ എണ്ണ സൂക്ഷിച്ച് വെക്കുക. സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ബോട്ടിൽ നമുക്ക് എണ്ണ സൂക്ഷിച്ച് വെക്കാം. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പരമാവധി ഒഴിവാക്കുക. കാരണം അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നല്ല ഇതിൽ പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇട്ട് വെക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ. ഇതുപോലെ ആയ ശേഷം നമ്മൾ തണിഞ്ഞിട്ട് എടുത്ത് വെക്കുക. പിന്നെ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് വേണം ചേർത്ത് കൊടുക്കുക. ഓരോരോ ആൾക്കാരും ഓരോ ടൈപ്പ്, അതായത് ഓരോ സ്ഥലത്ത് കിട്ടുന്ന രീതിയിൽ. ഇതിൽ ഞാൻ മുന്നത്തെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൽ അതിൽ ഞാൻ പൂവാങ്കുരുന്നിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത് എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. അത് ചേർത്ത് കൊടുക്കുക. പൂവാങ്കുരുന്നില ചേർത്ത് കൊടുക്കാം. പിന്നെ അങ്ങാടി കടയിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം, അറിയുന്നത് പോലെ. അപ്പം ഞാനിത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ്. അപ്പം യാതൊരു പ്രശ്നങ്ങളുമില്ല. മുടി കൊഴിച്ചൽ കുറയും. അതുപോലെ തന്നെ നമുക്ക് താരനുണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടും. അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അതാ ഈ ഒരു ഇതിലാവുമ്പോൾ തന്നെ കുരുമുളക് പൊട്ടും. കുരുമുളക് പൊട്ടുമ്പോൾ തന്നെ ഇത് ഫ്ലെയിം ഓഫാക്കി വെക്കുക. തണിഞ്ഞ ശേഷം നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം. ഇതുപോലെ അച്ചാറിൻ്റെ ബോട്ടിലില്ലേ, അതിൻ്റെ 2 ബോട്ടിലാണ് എനിക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായത്. അത് ഫുള്ളായിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. ഒന്നിൽ ഫുള്ളും ഒന്നിൽ കുറച്ചൊരു കുറവുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച് വെച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അറിയാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.